ആ ഈ റാബിറ്റിൻ്റെ ബ്രീഡ് എന്ന് പറയുന്നത് ന്യൂസിലൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഫ്ലോറിഡ വൈറ്റ് എന്നാണ് പറയണത്. അപ്പോൾ ഈ രണ്ട് ബ്രീഡിനാണ് മറ്റേ പ്യുവർ വൈറ്റ് ഫോറും ഈ പിങ്ക് അല്ലെങ്കിൽ റെഡ് ഐസും ഉള്ളത്. പിന്നെ ജനറലായിട്ട് പറയുമ്പോൾ റെഡ് ഐഡ് വെറൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോമൺ ആൽബിനോ ട്രൈറ്റ് ഫൗണ്ട് ഇൻ സെവറൽ ബ്രീഡ്സ് എന്നാണ് പറയണത്. അപ്പോൾ ഈ റെഡ് ഐഡ് വൈറ്റ് വെറൈറ്റിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽബിനിസം ഉണ്ട് അവർക്ക്. അപ്പോൾ സെൻസിറ്റീവ് ടു ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. പിന്നെ അതിന് ഹീറ്റ് സ്ട്രോക്കിന് സസെപ്റ്റിബിൾ ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ 12 to 23 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആ റേഞ്ചിൽ വെക്കണം. പിന്നെ അത് മെയിനായിട്ട് ന്യൂസിലൻഡ് ബ്രീഡാണെങ്കിൽ അത് മീറ്റിന് വേണ്ടിയും ഫറിന് വേണ്ടിയാണ് റേസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ റെഡ് ഐഡ് വൈറ്റ് വെറൈറ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി പോപ്പുലർ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടാൽ നന്നായിരിക്കും. ഇതും യോഡേസ് ഫാമിൽ റാബിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഏത് വെറൈറ്റി എന്നറിയില്ല. കറുത്ത കണ്ണുകളൊക്കെയാണ്. ഒരെണ്ണം വെളുത്ത് മറ്റേത് ബ്രൗണുമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞു. ചിലവർ നെതർലാൻഡ്സ് ഡോഫാന്നൊക്കെ പറയുന്നുണ്ട്. ചിലവർ വേറെ എന്തൊക്കെയോ പേരാണ് പറഞ്ഞു, വായി കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല. പിന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മൂക്ക് ഇതിങ്ങനെ മുങ്ങിയും താഴെയും ചെയ്യാനുണ്ട് ഇവിടെ. അതൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ കാണാനൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ഏത് വെറൈറ്റി ആണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വെറൈറ്റി ഓഫ് മുയലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മറ്റേതിൻ്റെ വെറൈറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് മറ്റേ വെറൈറ്റിനെ പറ്റി എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റിയത്. ഇതിനെപ്പറ്റി ഇവിടെ ആർക്കും വലിയ ഐഡിയ ഇല്ല. എൻ്റെ ഫാമിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഏത് വെറൈറ്റിയാണെന്ന്.